Realme Narzo 50 സീരീസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Realme Narzo 50 സീരീസിൽ ഇപ്പോൾ രണ്ട് ഫോണുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. Realme Narzo 50aയും അതുപോലെ തന്നെ Realme Narzo 50iയും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme Narzo 50a എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ Realme Narzo 50aയിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 11,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫുൾ HD റെസൊല്യൂഷനുമായിട്ട് വരുന്ന ഫോണുകളൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ഫോണിൽ അത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. HD റെസൊല്യൂഷൻ എന്നുള്ള ഫീച്ചർ ഒഴിവാക്കിയ സ്ഥിതിക്ക് അവർക്ക് അറ്റ്ലീസ്റ്റ് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറെങ്കിലും കൊടുക്കായിരുന്നു. പക്ഷേ ഇതിൽ അതും വരുന്നില്ല. അതുമാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഈ ഒരു ഫോണിന് കോമ്പറ്റീഷനായിട്ട് വരുന്ന ഫോണുകളുടെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇൻഫിനിക്സിൻ്റെ Hot 11s എന്നുള്ള ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ പഞ്ചോൾ ഡിസ്പ്ലേയും വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ ഈ 3 ഫീച്ചേഴ്സും വരുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ ഈ 3 ഫീച്ചേഴ്സിൽ 3 മിസ്സിംഗ് ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് 2 ഫീച്ചേഴ്സെങ്കിലും ഇതിൽ കൊടുക്കായിരുന്നു. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഫോണിൽ ഏകദേശം 88.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 570 നിറ്റ്സ് ആണ്. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ ഫോണിൻ്റെ ബാക്കിലാണ് വരുന്നത്. ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 207 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 9.6 mm ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റും തിക്നെസ്സും ഒക്കെ ഈ ഫോണിനുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിൽ 6000 mAhന്റെ ബാറ്ററി വരുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ച ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടേണ്ടതാണ്. അതുകൊണ്ടായിരിക്കണം ഈ ഫോണിൻ്റെ വെയിറ്റും തിക്നെസ്സും ഒക്കെ കുറച്ച് കൂടിയത്. പിന്നെ ഈ ഒരു ഫോണിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചർ ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മറ്റ് ഡിവൈസുകൾ ഈ ഒരു ഫോൺ വെച്ചിട്ട് ഒരു കേബിൾ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ ബ്ലൂവും അതുപോലെ തന്നെ ഓക്സിജൻ ഗ്രീനും. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G85 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ്. എന്ന് വിചാരിച്ചിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണെന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫിനിക്സ് Hot 11s എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിൻ്റെ ഹീലിയോ G88 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഇതിൽ മാലി G52 എന്നുള്ള GPU ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ടിലും 4 GB റാമാണ് വരുന്നത്. ഇതിൽ ഒരു വെർഷനിൽ 64 GB ഇൻറ്റേർണലും മറ്റൊരു വെർഷനിൽ 128 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ലാൻ ബേസ് ആയിട്ടുള്ള Realme സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഇത് സാംസങ് JN1 സെൻസറാണ്. ഇതൊരു സെൻസർ തന്നെയാണ് കുറച്ച് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള Redmi 10 Prime എന്ന ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഫിനിക്സിൻ്റെ Hot 10s എന്ന ഫോണിലും ഇതേ ഒരു മെയിൻ ക്യാമറ സെൻസർ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന പോർട്രേറ്റ് ലെൻസും അതുപോലെ തന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 11,499 രൂപയാണ്. അതുപോലെ തന്നെ 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 12,499 രൂപയാണ്. ഒക്ടോബർ 7 മുതലാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ തന്നെ realme.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ നടക്കുന്നത്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11,500 രൂപ പ്രൈസ് റേഞ്ചിൽ അത്രയും മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും Realme Narzo 50a എന്ന ഫോണിൽ വരുന്നില്ല. ഇപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഫുൾ HD റെസൊല്യൂഷൻ ഇല്ല, കൂടിയ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നില്ല, പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പ്രോസസ്സറിലും ക്യാമറയിലും അതുപോലെ തന്നെ ബാറ്ററിയിലൊക്കെ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോമ്പറ്റീഷൻ കുറച്ച് ടൈറ്റാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഫിനിക്സ് Hot 11s എന്ന ഫോണൊക്കെ 11,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിൽ ഏകദേശം ഇതുപോലുള്ള ഫീച്ചേഴ്സും പ്ലസ് എക്സ്ട്രാ ആയിട്ട് ഡിസ്പ്ലേയിൽ ഫുൾ HD റെസൊല്യൂഷൻ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അതുപോലെ തന്നെ പഞ്ചോൾ ഡിസ്പ്ലേ ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. ആ ഒരു ഫോണിനാണെങ്കിൽ വില കുറച്ച് കുറവാണ്. പിന്നെ വേറെയും ഓപ്ഷനുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്രയും മികച്ചൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഈ ഒരു റിയൽമി നാർസോ 50A എന്ന ഫോണ് റിയൽമി നാർസോ 30A എന്ന ഫോണിൻ്റെ സക്സസറായിട്ട് വരുന്നൊരു ഫോണാണ്. ആ ഒരു ഫോണും ഈ ഒരു ഫോണും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നത് ക്യാമറയുടെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കി ഡിസ്പ്ലേ, പ്രോസസ്സർ, അതുപോലെ തന്നെ ബാറ്ററി, ഈ കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. നാർസോ 30A എന്ന ഫോണ് 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. 4GB റാം വെർഷൻ്റെ വില 10,000 രൂപ പ്രൈസ് റേഞ്ചിലും വരുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യാമറ മാത്രം അപ്ഗ്രേഡ് ചെയ്തതിന് റിയൽമി എക്സ്ട്രാ ആയിട്ട് 1500 രൂപ കൂട്ടിയിട്ടുണ്ട്. അത്രയൊന്നും കൂടുതൽ കൂട്ടണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വില കുറച്ചും കൂടിയൊക്കെ അവർക്ക് കുറയ്ക്കായിരുന്നു.